ചേട്ടൻ ഇത്ര നന്നായിട്ട് പ്രണയിക്കുന്ന ഭയങ്കര ഫീലാണ്. മാഷ് കരഞ്ഞപ്പോ മാഷിന്റെ കൂടെ നമ്മളെല്ലാവരും കരഞ്ഞു അല്ലേ? മാഷിനൊപ്പം കരയേണ്ടി വന്നു അല്ലേ? കരഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് കൈമുക്കി കാണിക്കാവോ? അയ്യോ, എല്ലാവരും കരഞ്ഞൂല്ലോ. മാഷ വെളിച്ചത്തിലൊന്നും നമ്മൾ കണ്ടു കേട്ടോ നേരിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരാണ് ഈ സിനിമയിൽ നമ്മൾ കണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മാഷിന്റെ പേര് ഫസ്റ്റ് വരും അല്ലേ? ലീലയെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മാഷ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ വിഷ്ണു അഗസ്ത്യ, വിഷ്ണു ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഞങ്ങൾ വല്ലാണ്ട് കരയിക്കുന്നുണ്ട്. യെസ്. പിന്നെ ഈ സിനിമ ഇങ്ങനെ കാണാൻ കാരണമാകുന്ന ഒരാളുണ്ടാവും അല്ലേ? നമ്മുടെ ഡയറക്ടർ ആരാണെന്ന് അറിയോ? ആരെങ്കിലും പേര് ശ്രദ്ധിച്ചായിരുന്നോ? ഒന്ന് പറയോ പേര്? വർഷ. ആരെന്ന് മനസ്സിലായോ? അത് കാണിച്ചു തരട്ടെ. യെസ്, ഇതാണ് നമ്മുടെ ഡയറക്ടർ വർഷ വാസുദേവ്. മാഷിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാം നമുക്ക്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കൂടെ കരയുണ്ടായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇപ്പോൾ ഒന്നും പറയാനില്ല. എല്ലാവരും സിനിമ ഇഷ്ടമായെന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് വലിയ സന്തോഷമുണ്ട്. അത്രയും മനോഹരമായിട്ട് നമ്മൾ കണ്ട ഗംഗയും പരിസരമൊക്കെ അതിനേക്കാളും മനോഹരമായിട്ട് വർഷ മറ്റെല്ലാവരെയും കാണിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ സിനിമ എത്തി എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷമാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു ചേട്ടാ. ഇനി നമുക്ക് വിഷ്ണു അഗസ്ത്യ ചേട്ടാ കണ്ടോ? ഈ ഒരു സിനിമയുടെ മൂഡിനെ ബ്രേക്ക് ചെയ്ത് ഹാപ്പി അല്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടമായെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇതിൽ വളരെ 2-3 ദിവസത്തെ ഒരു കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ചത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസം ഇതൊന്നും കഥ എല്ലാം അറിയാമെങ്കിൽ പോലും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ മാതാപിതാക്കളോടും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്തതായിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അത് ആ സിനിമ അർത്ഥത്തിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാധാരണ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ഡയറക്ടറെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ഒത്തിരി സമയമില്ല, എന്നാലും ആരാ പറയാൻ പോണേ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നോ അല്ലെങ്കിൽ വാരണാസി പോകാൻ പ്ലാൻ ചെയ്ത് എത്ര പേരുണ്ട് ഇതില്? പുറകില് കുറെ പേരുണ്ട്. ആരാ സംസാരിക്കാൻ പോണ? ആരാ ഇവിടെ? So the movie was ultimately good. My mother is planning to go for a Varanasi trip, so we thought we'll watch this and get an idea about it. But it was highly emotional, and the way the movie conveys about a person's inner child is tremendously good. Everybody has an inner child, and that has to be cherished. Is all what I understood from the movie, and it is conveyed amazingly. So yes, you have done a great job about this movie. Thank you. Chichi. ഞാൻ സിനിമ കണ്ടതിൻ്റെ ഒരു ഇമോഷനിൽ അങ്ങ് ഇരിക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കണ്ടിട്ട് ഇത്ര ഒരു ചെറിയ ആളാണെന്ന് തോന്നുന്നു ഡയറക്ടർ. ഇത്രയും ഒരു സിനിമ ഞാൻ വളരെ കുറച്ചൊരു എന്താ പറയുക, ഇതിനോടൊരു 35+ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. സ്ത്രീകൾ കഥ പറയുന്ന, സ്ത്രീകളുടെ കണ്ണിലൂടെ വരുന്ന സ്ത്രീകൾ. നല്ല രസമായിട്ടുണ്ടായിരുന്നു വാരാണസി. വളരെ ബ്യൂട്ടിഫുൾ ആയി കാണാൻ പറ്റി. അതിനേക്കാട്ടിലും ഉപരി സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ ഇന്ദ്രൻ സർ, ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരാള് ഇത്രയും കാലം നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരു ലവ് സ്റ്റോറി, ഞാൻ സിനിമ സാധാരണ എന്താണ് അതിന്റെ ഷോണർ നോക്കിയിട്ട് പോകുന്ന ആളല്ല. എനിക്ക് സർപ്രൈസുകളാണ് തിയേറ്ററിൽ ഇഷ്ടം. ഈ സിനിമ സത്യത്തിൽ എന്താണെന്ന് അറിയാതെയാണ് കാണാൻ വേണ്ടി ഇറങ്ങിയത്.
പക്ഷേ പിന്നെ ബ്രേക്ക് സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ലവ് സ്റ്റോറിന് കണ്ടു. ലവ് സ്റ്റോറിനെക്കാട്ടിലുപരി കമ്പാനിയൻഷിപ്പിന്റെ ഒരു പ്രാധാന്യമാണ് സിനിമ കൂടുതലായിട്ട് പറഞ്ഞതായി തോന്നിയത്. വിഷ്ണു അഗസ്ത്യ, പ്രതിച്ഛായൻ നമ്മൾ വളരെ ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രത്തെ കണ്ടു. അതിനിടയിൽ നമ്മുടെ മനസ്സൊലിച്ചു. ഈ സിനിമയിൽ വളരെ കുറച്ച് സമയമാണ് വരുന്നതെങ്കിലും ആ വന്ന അപ്പൊ തൊട്ടാൻ തോന്നുന്നത് കരഞ്ഞു തുടങ്ങിയത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവിടെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും ഏകദേശം കരഞ്ഞു തുടങ്ങിയത് ആ സമയത്താണ്. എന്തായാലും വളരെ നല്ല സിനിമ. ആദ്യത്തെ ചിത്രമാണ്. വർഷയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ആശംസകളും. ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു. ആർക്ക് മയക്ക് കൊടുക്കുന്ന എനിക്ക് കൺഫ്യൂഷനാണ്. അത്രയും നമുക്ക് അറിയുന്ന മുഖങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്ത് പറയണമെന്നില്ല. മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ കണ്ടത് ഫീലാണ്. സോ സോറി. കംഫർട്ടബിൾ ആണെങ്കിൽ സംസാരിച്ചാൽ മതി കേട്ടോ. ഞാൻ ചേച്ചി ചേച്ചി താഴോട്ട് ജോയിൻ ചെയ്യാമോ പ്ലീസ്? ചേച്ചി എല്ലാവരും ഒന്ന് താഴോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം. അശ്വതി ചേച്ചി താഴോട്ട് ജോയിൻ ചെയ്യാമോ? ആൻഡ് യു പീപ്പിൾ നിങ്ങൾ 4 പേരും ഒന്ന് ജോയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ വർഷേനെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സിനിമയിലായിരിക്കും കൂടുതൽ പേരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് ഞാനും വർഷയും എൻ്റെ നാരായണിക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കോവിഡ് സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നെങ്കിലും വർഷ എൻ്റെ അടുത്ത് ഇതിൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. വർഷ ഒരു വൺലൈനെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പോലും എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഇതിൽ വിഷമിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ നാരായണിക്ക് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം അതും ഒരു ഞാൻ ഇടയ്ക്ക് വിളിക്കുന്ന ഒരു ലേഡി വേണുമാകവള്ളി എന്ന രീതിയിൽ ഞാൻ കളിയാക്കി പറയാറുണ്ട്. കാരണം വർഷ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തമാശയല്ല, അല്ലാതെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡീപ്പ് ഇമോഷൻസിനെ ഒത്തിരി സിനിമയിലൂടെ കാണിക്കാൻ അല്ലെങ്കിൽ അത് അവരുടെ ഒരു വർക്കിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ്. ഏറ്റവും കൂടുതൽ ഡീപ്പ് ഇമോഷനാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒരു ഇന്നർ ചൈൽഡിൻ്റെ, ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ്, അത് അതിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന എല്ലാ ലേഡീസിനും മാത്രമല്ല എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിഷ ചേച്ചി ഇത്രയും കറിയാം. കാരണം നിഷ ചേച്ചിയുടെ ലൈഫ് എനിക്കറിയാം. അപ്പം ചേച്ചിക്ക് ഒത്തിരി റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇമോഷണൽ ആയതും. ഇതുപോലെ റിലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഓരോ പോയിന്റിൽ ഞാനും കരഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് എല്ലാവരും കരഞ്ഞ പോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ക്ലൈമാക്സ് കണ്ട് ഒരു മരണം അത് കണ്ടതിൻ്റെ മാത്രമല്ല, ഓരോരോ ചെറിയ എപ്പിസോഡിൽ പോലും നമുക്ക് ആ ഒരു ഇമോഷൻ കണക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് അത്ഭുതമില്ല. കാരണം വർഷയുടെ ഡയറക്ഷൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. വർഷ അത്രയധികം ആ ഒരു കോവിഡ് സമയത്ത് എൻ്റെ നാരായണൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അത്രയും റീച്ച് ആയത് വർഷയുടെ ഒരു ഡയറക്ഷനിലൂടെ തന്നെയാണ്.
അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിരുന്നു. ഇപ്പം ഇതിങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ ഇതൊരു ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ സിനിമയുടെ പേര് കൊടുത്തെങ്കിലും ഇത് വർഷയുടെ ഒരു വലിയ പെരിയ ആശയുടെ ഒരു ഭാഗമാണിത്. ഇനി ഇതിൽ കൂടുതൽ വർഷയിൽ നിന്ന് ഒരുപാട് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സിനിമകൾ വരാനിരിക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാത്തിനും വർഷയോട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ സ്നേഹവും അറിയിക്കുകയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു വർഷ, ഐ എം റിയലി സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. നിശ്ചയിച്ച് ഇനി സംസാരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കുറേ നേരം എനിക്ക് സംസാരിക്കാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്ര നേരം അവിടെ ആയിരുന്നു എന്നൊരു ഫീലായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ നമുക്കൊരു കുടുംബമായി കഴിയുമ്പോൾ നമ്മളെ കുടുംബത്തിൻ്റെ മൊത്തം ഭാരം നമ്മളിലേക്കാണ് പോണേ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ മറന്നു പോവാണ് കുറേ കാലം. നമ്മൾ പിന്നെ ജീവിക്കുന്നത് പോലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റങ്ങൾക്ക് ഒക്കെയാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയാണ്. എന്നോ മരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളാരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമെങ്കിലും നമുക്ക് ജീവിക്കണം. എനിക്ക് കണക്ട് ചെയ്തത് അതാണ്. ഞാൻ ഇത്രയും വർഷം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു മൂവിയാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ ഈ മൂവി കാണുന്ന ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി കാണുന്നവരും ചിന്തിക്കാതിരിക്കില്ല. കാരണം മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, അത് കാണണമെങ്കിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. ദേവരാജ്, ഗൗരി ഉണ്ണിമായ, മോർ ഇവരെല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് ജോയിൻ ചെയ്യുന്ന റിക്വസ്റ്റ് ലെൻ ചേച്ചി ആൻഡ് അശ്വേച്ചി. ഒരു മൂവി എന്ന് പറയുന്നതിന് അപ്പുറത്ത് ഇറ്റ് വാസ് ലൈക്ക് പോയം, ഒരു കവിത പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ സർക്കിളായിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത്രയധികം ഇമോഷൻസ് കണക്ട് ആകുമ്പോൾ അത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ഇങ്ങനെ റിഫ്ലക്റ്റ് ആവാൻ തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും എത്ര സ്ട്രൈക്കിംഗ് ആയിട്ടും ഒരുപാട് വിഷയങ്ങൾ അതിനകത്തൂടെ വർഷം ബ്യൂട്ടിഫുള്ളി ഇങ്ങനെ കടത്തി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു കാര്യം ഇങ്ങനെ എങ്ങും പറയാതെ, പക്ഷേ ഇറ്റ് വാസ് വെരി വിസിബിൾ, അങ്ങനെ അത് പറഞ്ഞു പോയി. അതുപോലെ ഇന്നർ ചൈൽഡിനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തു എന്നുള്ളത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരുടെയും ഉള്ളിലുണ്ട് അങ്ങനെ ഒരു കുട്ടി, ആരും കാണാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അതത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ട് പേടിച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഓർത്ത് പേടിച്ചിട്ടായിരിക്കാം നമ്മളതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാത്തത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു ദിവസം കിട്ടണമെന്ന് ഞാനൊക്കെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം അത് ആഗ്രഹിച്ചാൽ മാത്രം പോലെ വി ഹാവ് ടു ക്ലെയിം ഇറ്റ്, അല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. കൂട്ടത്തിൽ നിന്ന് മാറി നടക്കണം എന്നുള്ളൊരു സംഭവം നന്നായിട്ട് പറഞ്ഞു വെച്ചു വർഷ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കഥ പറഞ്ഞു. യു ആർ എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. അതുകൊണ്ട് കൂടുതൽ കഥകൾ വരട്ടെ. ഞാൻ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല. ആ മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ കരയും, ചിരിച്ചാൽ നമ്മൾ ചിരിക്കും എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ശീലമായിട്ടുണ്ട്. സോ അത്രയും റിലേറ്റബിൾ ആയിരുന്നു. അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ആ പോസ്റ്റ്മോർട്ടം ഏരിയ പറയുമ്പോൾ വിഷ്ണു ചേട്ടാ, സാധാരണ നമ്മളത് സ്ത്രീകളിലൂടെ മാത്രം കേൾക്കാതെ വേറെ ആളിലൂടെ കേൾക്കുമ്പോൾ ഞങ്ങളും ഭയങ്കര അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. വീണ ചേച്ചി, റിൻ ചേച്ചി എല്ലാവരും ഉണ്ട്. ദേവരാജിൻ്റെ 2 വാക്ക് സംസാരിക്കാം. എനിക്ക് വർഷയെ അറിയാം. നാരായണി കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് വർഷയുടെ നമ്പർ എടുത്ത് ഇൻസ്റ്റയിൽ ആദ്യം മെസ്സേജ് അയച്ചു. ആ നാരായണി കാണുമ്പോൾ ഇത് ആരാ ഈ വർഷ എന്ന് പിന്നെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ വർഷയെ കോണ്ടാക്ട് ചെയ്യുന്നത്.
അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറയായിരുന്നു അടുത്ത എന്തെങ്കിലും പടം ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിക്കണം. ഈ പടം കണ്ട് ഈ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ സമയത്തും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് 2 പേരാണ് ചേച്ചി ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഈ 2 പേരും വാരണാസിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തന്നതെന്നറിയോ. എനിക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന സ്ത്രീകളെല്ലാവരും വന്നിത് കാണണം. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിൽ എനിക്കറിയാവുന്ന ഒത്തിരി പേര്, ഒത്തിരി ലീലയെന്നും അല്ലെങ്കിൽ സുശീലയെന്നും അങ്ങനെ ഗീതയെന്നും ഒക്കെ പറഞ്ഞ പേരിൽ എൻ്റെ ചുറ്റിനുമുള്ള ഒത്തിരി സ്ത്രീകളുടെ ഒരു കഥയും ആഗ്രഹവും ഒക്കെയാണ് ഈ സിനിമ. ഒരുപാട് സന്തോഷം കണ്ടപ്പോഴത്തേക്കും, അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ ഇത്ര നന്നായിട്ട് പ്രണയിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്ത് രസമായിട്ടാണ് ചേട്ടാ, എന്ത് രസമായിട്ട് ക്യൂട്ടായിട്ടുള്ള റിയാക്ഷനൊക്കെ ഇരുന്നത്. കറുപ്പ് കണ്ടിട്ട് വന്നിട്ടേ ഇതിപ്പോൾ കണ്ടപ്പോഴത്തേക്കും അതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ മധുരം എന്ത് രസമായിട്ടാണ്. നമുക്ക് ഫീൽ ഗുഡ് മൂവിയുടെയൊക്കെ ഒരു പീക്ക് ലെവലില്ലേ, അതാണൊരു അവസാനം വരെ വരുമ്പോൾ. അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റും കൂടെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും പടം എല്ലാവരും വന്ന് തിയേറ്ററിൽ കണ്ടേ പറ്റൂ. കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇപ്പോഴുള്ള ഈ ന്യൂജൻ പിള്ളേരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മമാരുടെ ഒരു മനസ്സെന്താന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഈ പടം വന്ന് കണ്ടാൽ. അതാണ് സത്യം. ഒരു സീനിലാണെങ്കിലും വിഷ്ണു വന്ന് കസറിയിട്ടുണ്ട്. ഞാനിരുന്ന് കരച്ചിലായിരുന്നു. വിഷ്ണു പറഞ്ഞ ഡയലോഗൊക്കെ വരുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു. ലാസ്റ്റ് ഇപ്പം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് കാലം തനിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഇമോഷൻ എനിക്ക് കണക്റ്റായി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കണക്റ്റ് ആവുന്നേ. ചേട്ടൻ ഇങ്ങനെ നിന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണെങ്കിലും ലീലയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര അത് ഫീൽ ചെയ്യും. എന്തൊരു നല്ല കമ്പാനിയൻഷിപ്പല്ലേ കണ്ടത്. അത് നിങ്ങൾ സിനിമ ഒന്ന് കാണണം കേട്ടോ. ഇത് ഇപ്പം എൻ്റെ പ്രമോഷന് വന്ന് നമ്മൾ സിനിമ കണ്ട അഭിപ്രായം പറയുകയല്ല, ഗംഭീരം. അതിൻ്റെ കൂടെ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ, ഫോട്ടോഗ്രാഫി ഭയങ്കര രസമുണ്ട്. സിനിമാറ്റോഗ്രാഫി വാരണാസിയിൽ പോവാൻ തോന്നും. വാരണാസിയുടെ വേറൊരു മുഖം. എനിക്ക് ആർട്ടിസ്റ്റിൻ്റെ പേരറിയില്ല. തമിഴിൽ നിന്നുള്ള ജാഫർ ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾ എന്നെ ട്രോളിയൊക്കെ അല്ല ഇതിൻ്റെ പേരാന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു ആർട്ടിസ്റ്റാണ്. വളരെ ചെറിയ പോർഷനാണെങ്കിലും അവരും വന്ന് ഭയങ്കര ഗംഭീരമായി ചെയ്തു. ഉള്ള അപർണ കുറേ കാലത്തിന് ശേഷം ഒരു ഫുൾ ഡാൻസ് സിനിമയിൽ കാണണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഥക്ക്. അതെ, മര്യാദ ഞാനിങ്ങനെ പറയണില്ല, ഞാനങ്ങനെ പറഞ്ഞ് ചെയ്യാമില്ല. എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നത് ചുമ്മാ ഒരു പ്രമോഷന് വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഒരുപാട് പടങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലെ രസമുള്ള സബ്ജക്റ്റ് സംഭവിക്കട്ടെ. അതിൻ്റെയൊക്കെ ഭാഗമാവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു സമയത്ത് ചേട്ടനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കാരണം കുറേ കാലമായിട്ട് കണ്ടുകിട്ടണില്ല. തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, കേരളത്തിലായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു സിനിമയിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് യാത്രയിലാണ് ഒരുമിച്ച്, അത് അഭിനയിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവരും സിനിമ വന്ന് തിയേറ്ററിൽ തന്നെ കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് ടീന മാം ഉണ്ടായിരുന്നു. നമസ്കാരം. പോയില്ല, എന്താ പറയുക, ഒരു ഷോക്കിലായിരുന്നു ഞാൻ. സിനിമ ഇങ്ങനെ തുടങ്ങി ഓക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ പോയി. ഈ സിനിമ എന്താ പറയുക, ആസ് എ ടെക്നീഷ്യൻ ഇത് നിസ്സാര സംഭവമല്ല. കാരണം ഒരു 2 പേരെ വെച്ച് ഇത്രയും നേരം ആ മ്യൂസിക്, ആ വിഷ്വല്, വെറുതെ ആൾക്കാരെ പാസിങ് പോലും വിടാതെ ആ ഫ്രെയിമിൽ അവരെ മാത്രം വെച്ച് അതൊരു ചെറിയ പരിപാടിയല്ല. ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. ആ ബോട്ടിലെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് എത്രയോ മിനിറ്റാണ്. എത്ര മിനിറ്റാ? 3 to 4 അല്ലേ? അത്രയും സമയം നമ്മളെ ബോട്ടിൽ അതൊരു ഈ ഷോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക അവർ പറയുന്ന കാര്യം. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇത് കഥ പറയായിരുന്നു നമ്മളോട് ഇത്രയും മണിക്കൂർ. നമ്മൾ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ തുടങ്ങും ഓക്കെ ഇങ്ങനെ കണ്ടോണ്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഞാൻ അത് പടം തീരുമ്പോഴാണ് അതിൽ നിന്ന് കണ്ടെടുത്തത്. അത് അത്രയും ഗംഭീരമായിരുന്നു. എന്താ വെച്ചിട്ടാ ഞങ്ങൾ 2 പടം ചെയ്തായിരുന്നു ഒരുമിച്ച്. പക്ഷെ ഇത് അടിപൊളി.
ഒരു രക്ഷയില്ല. ഞാൻ ഡയറക്ടർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദേവരാജ്. പ്ലീസ്. കുറേ നേരമായിട്ട് സ്ത്രീകളാണ് സംസാരിക്കുന്നത്. എന്ത് തോന്നുന്നു? നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. ഒരുപാട് കാലം കാണണമെന്ന് ആഗ്രഹിച്ച ചേട്ടനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് കാണുന്നത്. ബിഗ് ഫാൻ. നേരത്തെ പറഞ്ഞ അശ്വചേച്ചി പറഞ്ഞ പോലെ കവിത പോലെ സിനിമ എന്നാണ് പടം കണ്ടപ്പോൾ തോന്നിയത്. രണ്ടുപേരുടെ കോൺവെർസേഷൻസിൽ ഇത്രയും ഒരു കഥ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിൽ നമ്മളെ പിടിച്ചിരുത്തുക, 2 മണിക്കൂറും നമ്മൾ ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ കാണാത്ത, നമ്മുടെ നാട്ടിലല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് കൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല ആ പരിപാടി എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഫാനാണ്. അതിൻ്റെ മ്യൂസിക് ഇവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കും. എല്ലാം കൊണ്ട് ഇതിനിരുന്ന് കാണാൻ പറ്റി, ഇത്രയും പേരുടെ കൂടെ കാണാൻ പറ്റിയൊരു ഭാഗ്യം. എന്തായാലും അടിപൊളി വർക്കാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു 35+ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഒരുപാട് പേര് അവർക്ക് ഒരുപാട് റിലേറ്റ് ആവുമെന്ന് പറഞ്ഞു. 50 വയസ്സിന് മുകളിലുള്ള 2 പേരുടെ ഒരു കഥയാണ്. എങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എൻ്റെ പ്രായത്തിലുള്ള നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു ഗംഭീര സിനിമയാണത്. എനിക്ക് തോന്നുന്നത് പ്രായഭേദമന്യേ ആൺപെൺ ഭേദമന്യേ എല്ലാവരും തിയേറ്ററിൽ വന്ന ഈ പറഞ്ഞ പോലെ ഒരു കവിത വായിക്കുന്ന താല്പര്യമുള്ള ആർക്കും ഒരു കവിത പോലെ കാണാൻ പറ്റുന്ന, നമ്മൾ ഇരുന്നു പോകുന്ന ഭംഗിയൊരു സിനിമ. എന്തായാലും സന്തോഷം പറയാൻ. താങ്ക് യു സോ മച്ച്. ആദ്യം സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ശ്വാസം വന്ന് തളർന്നുപോയി. കുറച്ചു നേരം മിണ്ടാൻ പറ്റിയില്ല. ഒരു 52 ഏജുള്ള ഒരു ലേഡിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടാവുമെന്നും ഒറ്റപ്പെട്ടു പോണവരും ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഒറ്റപ്പെട്ടു പോണവരുടെയും ജീവിതം നന്നായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അവരൊരു കമ്പാനിയൻഷിപ്പ് അതിനകത്ത് വേറൊരു ഇതില്ലാതെ ആ കമ്പാനിയൻഷിപ്പ് കൊണ്ടുപോകും. ഒരു ദിവസം ഉള്ള ഒരു ആയുസമുള്ളതിന്, പക്ഷെ അത് ഇത്ര മനോഹരമായിട്ടാണ് എഴുതിയേക്കണതും അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്നു. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും വന്ന് ഈ പടം കാണണം. കുറേ ആൾക്കാരുടെ മനസ്സ് പറയുന്നുണ്ട്, മനസ്സ് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണു ചെയ്ത ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാവില്ല ആ സ്ത്രീയെ. ഇപ്പോഴും പിന്നെയും അതെല്ലാവർക്കും അറിയാം. പക്ഷെ പണ്ടത്തെ കാലത്തൊന്നും അതൊരു അസുഖമാണെന്നോ അവൾക്ക് വട്ടാണെന്നോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നൊരു ഇത് വാക്കുകളില്ല. അടിപൊളി, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ബിഫോർ ദാറ്റ് മോർ ഇവിടെ ഉണ്ടായിരുന്നു.